പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുക. നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ യാത്രയെ ആശീർവദിക്കുന്നു, നിങ്ങളുടെ സംസാരങ്ങളെ ആശീർവദിക്കുന്നു, നിങ്ങൾ എഴുതി കൊടുക്കുന്ന വിഷയങ്ങളെ ആശീർവദിക്കുന്നു, നിങ്ങൾ വഹിച്ചുകൊണ്ട് പോകുന്ന മൊബൈല്, അതിലൂടെ നിങ്ങൾ സംസാരിക്കാൻ പോകുന്നത്, നിങ്ങൾ കേൾക്കുന്ന സംസാരങ്ങൾ, കൊടുക്കേണ്ട മറുപടികൾ എല്ലാം ആശീർവദിക്കുന്നു. നിങ്ങൾ കൈമാറുന്ന രേഖകൾ, വാങ്ങിക്കുന്ന രേഖകൾ, കാത്തിരിക്കുന്ന രേഖകൾ, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഡേറ്റുകൾ കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. നീ കടന്നു പോകുന്ന വാഹനങ്ങൾ, സഞ്ചരിക്കുന്ന വാഹനങ്ങൾ, പ്രൈവറ്റായാലും പബ്ലിക്കായാലും, നീ തിരിച്ച് വീട്ടിലെത്തുന്നവരെ ഒരു അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നിൻ്റെ യാത്രകളെ ആശീർവദിക്കുന്നു. ദൈവവേദലെ, നീ വിഷമിക്കുന്ന വിഷയങ്ങൾ, സങ്കടപ്പെടുന്ന കാര്യങ്ങൾ, ഏത് വിഷയത്തിന് വേണ്ടിയാണ് നീ വേദനിക്കണത്, അതെല്ലാം മാതാവ് ഏറ്റെടുക്കുന്നതിന് വേണ്ടി 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താരെ
ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്താൽ നിന്റെ കണ്ണീനിരകളെ ഏറ്റെടുക്കുകയും നിന്നെ ആശ്വസിപ്പിക്കുകയും സാക്ഷ്യം പറയാൻ നിന്നെ ബലിഷ്ഠമാക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും നീക്കുവാമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സ്മാർട്ട് സ്പിരിച്വാലിറ്റിയെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യണം അല്ലേ? അതിൻ്റെ അകത്ത് പെർഫെക്റ്റ് കണ്ടൻറ്റ് ഉടമ്പടിയിലുണ്ടെന്ന് അച്ഛൻ നിരീക്ഷിക്കണത് അല്ലേ? എന്താണ് ആദ്യം എന്താ പറഞ്ഞത്? സ്മാർട്ട് സ്പിരിച്വാലിറ്റി ആദ്യം നമ്മൾ പറഞ്ഞത്, ആദ്യ ദിവസം പറഞ്ഞത് മെനയെന്ന് പറഞ്ഞത് എക്സ്പെർട്ടൈസേഷൻ. അതായത് അതിൻ്റെ അകത്ത് മലയാളം എന്ന് പറയുന്നത് നൈപുണ്യം, പ്രാവീണ്യം. രണ്ടാമത്തത് ഇന്നലെ പറഞ്ഞ പ്രൊഫഷണലിസം, അതിൻ്റെ മലയാളം മിടുക്ക്, കാര്യക്ഷമത ഉടമ്പടി. ഇന്ന് പറഞ്ഞത് എന്താ? സ്മാർട്ട്നെസ്സാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസരിപ്പ്, ചുറുചുറുക്ക്. ഈ സ്മാർട്ട് സ്പിരിച്വാലിറ്റിയുടെ ഭാഗമായിട്ട് വരുന്നത് എന്താണെന്ന് അറിയാമോ? അത് മൂന്നാമത്തെ ഉടമ്പടി വരണത്. അതിൻ്റെ അകത്ത് വരുന്നത് വിശ്വാസ കൈമാറ്റം തന്നെയാണ്. ശരിക്കും നമ്മൾ ചെയ്ത കാര്യങ്ങൾ പ്രൊഫഷണലായിട്ട് ചെയ്ത കാര്യങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? മറ്റുള്ളവർക്ക് വചനം കൈമാറണം. അതാണ് എൻ്റെ സ്മാർട്ട്നെസ് എന്ന് പറയുന്നത്. ഇതെല്ലാം സുന്ദരമായിട്ട് ചെയ്യുന്ന ഫ്രഷ് ഹാൻഡ് പോലും ഉണ്ട്. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഞങ്ങൾ പാരമ്പര്യ കത്തോലിക്കരാണ്, ഞങ്ങൾക്കിതെല്ലാം അറിയാം, ഞങ്ങൾക്ക് ഉടമ്പടിയുടെ ആവശ്യമില്ല, ഞങ്ങൾ ഉടമ്പടിയിൽ തന്നെയാണ് ജീവിക്കുന്നത്, അങ്ങനെ കുറേ ആൾക്കാരെ പറയത്തില്ലേ? അവർക്ക് റിസൾട്ട്, അവർ ഉടമ്പടി എടുക്കുമ്പോൾ കിട്ടുന്ന റിസൾട്ട് ഞാൻ നോക്കിയിട്ട് കിട്ടണത് ഒരു 35% റിസൾട്ടൊക്കെ ഉണ്ടാകുന്നുള്ളൂ. എന്താ കാര്യം? അവർ പ്രീസപ്പോസ് ചെയ്യുന്നു. അവർ പറഞ്ഞു ഞങ്ങൾ ശരിക്കും പറഞ്ഞാലേ ഉടമ്പടിയിൽ വരുന്ന വിഷയം ഒരു ക്രിസ്ത്യൻ അവൻ്റെ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളെ ഉടമ്പടിയിലുണ്ട്. പക്ഷേ എന്നിട്ട് പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പം ഇന്നൊരു സാക്ഷ്യം ഉണ്ടായിരുന്നത്? അതായത് അവർ പറഞ്ഞ ഇതാണ്, ഇന്നലെ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു. അവർ പറഞ്ഞ ഇതാണ്, ഞാൻ പള്ളികളിൽ പത്രം കൊടുക്കാറില്ല. എന്താ കാര്യം? പള്ളി എല്ലാവർക്കും അറിയാം ഉടമ്പടി. ഇപ്പോൾ ലോകത്തിലുള്ള എല്ലാവർക്കും ഉടമ്പടിയെക്കുറിച്ച് അറിയാം. അതായത് അവർ പറയണേ ഉടമ്പടി എടുക്കുന്നൊരു ചുരുക്കമാണെന്ന്. അപ്പം ഞാൻ ഓർക്കേ, എല്ലാവർക്കും അറിയാമെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ചുരുക്കമാകണത്? ചുരുക്കമാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന്, ഇവർക്ക് അറിയണമല്ല വിഷയം. ഉടമ്പടിയിൽ വരുമ്പോൾ എല്ലാവരും പറയുന്ന പോലെ ദൈവമായിട്ട് ചിട്ടയായ ഒരു ജീവിതം വരും. അതിൻ്റെ ഉഴപ്പന്മാർക്ക് അവർക്ക് അപ്പോഴേ അറിയാം തങ്ങളുടെ അപ്പോൾ ഇവർ പറയണത് ഞാൻ പാരമ്പര്യ കത്തോലിക്കനാണ്, ഞങ്ങൾക്ക് ഞായറാഴ്ച കുർബാനയ്ക്ക് പോകുന്നുണ്ട്, കുടുംബ പ്രാർത്ഥന ഉണ്ടെന്നൊക്കെ പറയണം. ഇതെല്ലാം കൂടി ഈ 20% വരുത്തുള്ളൂ. നമ്മൾ ചെയ്യേണ്ട ജീവിതത്തിൻ്റെ ഒരു ക്രിസ്ത്യാനി ചെയ്യേണ്ടതിൻ്റെ 20% ചെയ്തിട്ടാണ് ഇവർ ക്ലെയിം ചെയ്യണത്. പക്ഷേ അത് കാരണമാണ് ഈ മുമ്പന്മാർ വന്നിച്ചും പിമ്പന്മാർ അവസാനം വന്നവർ തന്നെ ഈ വലിയ ഫലങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ കാരണം അവരിതെല്ലാം ആദ്യമായിട്ട് ചെയ്യും. ഇപ്പം 40 കൊല്ലം 60 കൊല്ലം കത്തോലിക്കനായിട്ട് ജീവിച്ചിട്ട് ഒരു മനുഷ്യനെ പോലും വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാത്ത എന്തുമാത്രം മനുഷ്യരുണ്ട്. എത്ര വേസ്റ്റ് ജന്മങ്ങൾ മരിച്ചു പോയിട്ടുണ്ട്. ഇപ്പം ഞാൻ പള്ളിയിൽ ഫൊറോണ വികാരി ആയി ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പള്ളിയിൽ ഫൊറോണ വികാരിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് അത് പാരമ്പര്യ പള്ളിയാണ്. കാരണം 9-ാം നൂറ്റാണ്ടിലെ 8-ാം നൂറ്റാണ്ടിലെ ഉണ്ടായ പള്ളിയാണ്. അപ്പം അവിടെ ഈ മരിച്ചവരുടെ അടിയന്തരം എന്ന് പറയണത് നമ്മൾ ഒരു മാസം മുഴുവൻ ഇരുന്നിട്ട് പ്രാർത്ഥിക്കേണ്ടി വരും. ഇവർക്ക് വേണ്ടി നമ്മൾ വെയിലത്ത് നിൽക്കണം. കാര്യം ആൾക്കാർ നിന്ന് അനിതായും റെസ്പോൺസും ഒക്കെ ചെല്ലിച്ചുകൊണ്ടിരിക്കും ഓഫീസ്. അപ്പോൾ നമുക്ക് തോന്നുകയെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വെയിൽ കൊള്ളുന്നുണ്ട്, അതിൻ്റെ പേരിൽ പനിയും ഒടുങ്ങിപ്പോവുകയൊക്കെ ചെയ്യും. പക്ഷേ ഈ പാർട്ടിക്ക് വേണ്ടി നമ്മൾ ഇതൊക്കെ പ്രാർത്ഥിക്കേണ്ടതാണ്. എന്താ കാര്യം അറിയാമോ? ഇവർക്ക് വേണ്ടി ജീവിച്ച് ചത്തുപോയ ആൾക്കാരല്ലേ. ദൈവത്തിന് വേണ്ടി ഒരു മനുഷ്യനെ പോലും വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാതെ മരിച്ചു പോകുന്നതിനേക്കാൾ എന്തൊരു ശാപമുണ്ട്.
അപ്പോൾ ശപിക്കപ്പെട്ട ജന്മമെന്നല്ലേ പറയാൻ പറ്റത്തുള്ളൂ. ശരിക്കും പറഞ്ഞാൽ വിശ്വാസം കൈമാറാതെ ഉടമ്പടി ഇത്രയും വലിയ പെട്ടെന്ന് ഇത്രയും കത്തിപ്പിടിക്കാൻ കാര്യം എന്താണ്? വിശ്വാസ കൈമാറ്റമാണ്. ആരെയും നിർബന്ധമായിട്ട് മതപരിവർത്തനം നടത്തണമല്ലേ, അങ്ങനെ ഒരു ചരിത്രം നമുക്കില്ല. പക്ഷെ ക്രിസ്തു എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്, സകല മനുഷ്യർക്ക് വേണ്ടിയുള്ള സന്തോഷത്തിന് സദ്വാർത്തയാണ്. അത് പറയാനും പഠിപ്പിക്കാനും വേണ്ടി തന്നെയാണ് ഈ പട്ടം വാങ്ങിച്ചിരിക്കുന്നത്. അല്ല പള്ളിയിൽ പോയി കല്യാണം പെരുന്നാളും നടത്താനല്ല. എൻ്റെ ബേസിക് സാധനം എന്താണ്? പ്രിയ മകനെ, ആദ്യം തന്നെ ബൈബിൾ നമ്മളെ കൈവച്ച് തരുമ്പോൾ ഡീക്കനാകുമ്പോൾ സമയത്ത് തന്നെ മെത്താച്ച എന്താ പറയുന്നത്? പ്രിയ മകനെ, നീ ഇത് വിശ്വസിക്കണം, വിശ്വസിക്കണത് നീ ജീവിക്കണം, ജീവിക്കണത് നീ മറ്റുള്ളവർക്ക് കൈമാറണം. അതാണ് സംഭവം. അപ്പോൾ പട്ടം മേടിച്ചിരിക്കുന്ന ഈ പരിപാടിക്കാണ്. അതാണ് ആ ഒരു സാധനം മൊത്തമാണ് ഈ ഉടമ്പടി വരണത്. അതുകൊണ്ട് ഈ സ്മാർട്ട്നെസ് വരണത് എന്താണ്? നമുക്ക് പ്രസംഗിക്കാൻ അറിയാൻ പാടില്ലെങ്കിലും നമുക്കൊരു സാക്ഷ്യം കിട്ടിയാൽ നമ്മൾ അനുഭവങ്ങൾ പറയും. അപ്പം അത് വിശ്വാസ കൈമാറ്റമായി. കാരണം നമ്മൾ പറഞ്ഞില്ലെങ്കിൽ ഒരു ബന്ധമില്ലാത്ത കാര്യം ആദ്യമേ അടിച്ചു തരി കയറി പറയുമ്പോൾ നമ്മുടെ കാര്യത്തിൽ തീരുമാനമാകും. അവനെ അനുഭവം കിട്ടുമ്പോൾ അവൻ പറയും. അവനിതുപോലെ വിശ്വാസത്തിൻ്റെ വിഷയങ്ങൾ മറ്റുള്ളവർക്ക് അറിയിക്കും, കൊണ്ടുനടന്ന് അറിയിക്കും. അതുകൊണ്ട് ഇതാണ് ഇതിൻ്റെ സ്മാർട്ട്നെസ് എന്ന് പറയുന്നത്. എന്താണ്? അനുതാപം. സുവിശേഷം വിശ്വസിക്കണമെന്ന് തന്നെ അനുദപിക്കും. അതിനുശേഷം സുവിശേഷം വിശ്വസിച്ച സുവിശേഷം അതുപോലെ ചെയ്യാൻ വേണ്ടി മറ്റുള്ളവരെ അതുപോലെ ചെയ്യും നമ്മൾ. അതതിൻ്റെ പ്രൊഫഷണലിസം. ചെയ്ത കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ടും ചെയ്യും. അതാണ് ഈ സ്മാർട്ട് സ്പിരിച്വാലിറ്റിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് എടുത്തിരിക്കുന്ന ഉടമ്പടി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് പെട്ടെന്ന് മേഖലയിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ഷാനു ബിനീഷ്. ഞാൻ UK വിഗൻ എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. നാട്ടിൽ എൻ്റെ വീട് ചമ്പക്കര, ഹസ്ബൻഡിൻ്റെ വീട് ഇരുമ്പനം. ഇതിപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് അമ്മ ഈ പരിപാവനമായ പ്ലാറ്റ്ഫോമിൽ വന്ന് നിന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ചിരിക്കുന്നതിന്. ഇന്നുവരെ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മയ്ക്കും അവിടുത്തെ തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഇതെൻ്റെ മോള് എയ്മി, ഇത് ഹസ്ബൻഡ് ബിനീഷ്. ഞാൻ ഓൺലൈനാണ് ഇതുവരെ ഉടമ്പടി എടുത്തിട്ടുള്ളത്. 2019 ആദ്യമായി ഞാൻ UK വെച്ച് ഓൺലൈൻ ഉടമ്പടി എടുത്തത്. അതിനുശേഷം ഞാനിവിടെ വന്ന് ഒരു പ്രാവശ്യം സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഇപ്പോഴുള്ള അനുഗ്രഹങ്ങളും ഓൺലൈൻ ഉടമ്പടി വഴിയാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത്. ആദ്യമായിട്ട് ഞാൻ പറയാൻ പോകുന്നത്, എനിക്ക് ഒരു ജോലി അമ്മ തന്ന് അനുഗ്രഹിച്ച സംഭവമാണ്. ഞാൻ കഴിഞ്ഞ 1 വർഷമായിട്ട് എൻ്റെ ജോലി റിസ്കിലായിരുന്നു. ഞാനൊരു UK ഒരു ഡെൻ്റൽ ഗ്രൂപ്പിൻ്റെ ഹെഡ് ഓഫീസിലായിട്ട് ഒരു മാനേജറായിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ജോലി റിസ്കിലായി, എപ്പോൾ വേണമെങ്കിലും ജോലി പോവാം എന്നൊരവസ്ഥ വന്നപ്പം ഞാൻ ഉടമ്പടി എടുത്ത് അതൊരു നിയോഗമായി വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് ഞാനൊരു ഒരുപാട് ജോലികൾക്ക് ഞാൻ അപ്ലൈ ചെയ്തു. കാരണം എനിക്ക് എൻ്റെ മെറിറ്റിൽ നല്ല കോൺഫിഡൻസ് ആയിരുന്നു. എനിക്ക് 15 വർഷത്തെ ജോബ് എക്സ്പീരിയൻസ് ഉണ്ട്. UK തന്നെ എനിക്ക് 5 വർഷത്തിലധികം മാനേജറിയൽ എക്സ്പീരിയൻസ് ഉണ്ട്. അതുപോലെ തന്നെ എനിക്ക് 2 മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ട്. അപ്പം അഹങ്കാരമല്ല, പക്ഷേ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. ഒരു ജോലി കിട്ടാതെ ഞാൻ എൻ്റെ സഹപ്രവർത്തകയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്കൊക്കെ ഒരു ജോലി കിട്ടാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഞാൻ നമുക്കെന്നാണ് പറഞ്ഞെങ്കിലും എൻ്റെ മനസ്സിൽ എനിക്കെന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. കാരണം അതിനുള്ള മെറിറ്റ് എൻ്റെ കാഴ്ചപ്പാടിൽ എനിക്കുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ ബയോഡേറ്റയ്ക്ക് ഏറ്റവും മാച്ച് ചെയ്യുന്ന ഒരുപാട് ജോലികൾ ഞാൻ അപ്ലൈ ചെയ്തു. 100 ജോലികളോളം ഞാൻ അപ്ലൈ ചെയ്തു. പക്ഷേ ഒരു ഇൻ്റർവ്യൂവിന് പോലും, ഓഫർ പോയിട്ടൊരു ഇൻ്റർവ്യൂവിന് പോലും എന്നെ വിളിച്ചില്ല ഒരിടത്തുനിന്നും. അപ്പോൾ ആദ്യത്തെ ജോലിക്ക് ഞാൻ അപ്ലൈ ചെയ്തപ്പം എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. കാരണം എൻ്റെ ബയോഡേറ്റ അതുപോലെ ഒപ്പിയെടുത്ത് വെച്ച ഒരു ജോബ് ഡിസ്ക്രിപ്ഷനായിരുന്നു അത്. അതിന് വിളിക്കാത്തപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ, കുറച്ചുകൂടി സ്യൂട്ടബിൾ ആയിട്ടുള്ള ആരെങ്കിലും അവർക്ക് കിട്ടിയിട്ടുണ്ടാവും. 2ാമത്തെയും 3ാമത്തെയും അങ്ങനെ തന്നെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് ഈസി ആയിട്ട് എനിക്ക് ഈ ജോലി കിട്ടാൻ പോകുന്നില്ല. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സാക്ഷിയാക്കി മാറ്റാൻ വേണ്ടിയാണ് ഇത് സംഭവിക്കുന്നതെന്ന് എനിക്ക് ഉള്ളിൽ ഇങ്ങനെ തോന്നി. അപ്പോൾ ഞാൻ ഓൺലൈനിൽ വീണ്ടും ഉടമ്പടിയെടുത്ത് ഇതൊരു നിയോഗമാക്കി വെച്ചിട്ട് ശക്തമായി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി.
അങ്ങനെ ഇരിക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ ഞാൻ അപ്ലൈ ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മ പോലും ഇല്ലാത്തൊരു ഗവൺമെൻറ് ജോലിയുടെ ഇൻ്റർവ്യൂവിന് വേണ്ടി എന്നെ വിളിക്കുകയാണ്. അപ്പോൾ ഞാൻ ചെയ്തിരുന്ന എൻ്റെ എക്സ്പീരിയൻസുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തൊരു ജോലിയാണ്. അപ്ലൈ ചെയ്താലും എനിക്ക് കിട്ടുന്ന എനിക്കൊരു കോൺഫിഡൻസും ഇല്ലാത്തൊരു ജോലി. എങ്കിലും ആകെ വന്നൊരു ഇൻ്റർവ്യൂ ആയതുകൊണ്ട് ഞാനത് യെസ് പറഞ്ഞു. ഞാൻ ഇൻ്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു. ആപ്ലിക്കേഷൻ ചെയ്യാൻ തന്നെ വളരെ ഡിഫിക്കൽട്ടായിരുന്നു. ഒരാഴ്ച പ്രിപ്പയർ ചെയ്ത് ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്തിട്ടാണ് ആപ്ലിക്കേഷൻ ചെയ്തത്. ഒരുപാട് ആളുകൾ അപ്ലൈ ചെയ്യുന്നതാണ്. അതുകൊണ്ട് എനിക്ക് ഈ ജോലി കിട്ടുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയുമില്ല. എങ്കിലും ആകെ വന്നൊരു ഇൻ്റർവ്യൂ ആയതുകൊണ്ട് ഞാനതിന് പോയി. വീട്ടിൽ വെച്ചായിരുന്നു ഇൻ്റർവ്യൂ, ഓൺലൈനായിരുന്നു, 3 പേരുള്ള പാനലായിരുന്നു. ഞാൻ ഇന്ന് വരെ അറ്റൻഡ് ചെയ്തിട്ടുള്ള ഇൻ്റർവ്യൂകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടാണ് അവർ ചോദ്യങ്ങൾ ചോദിച്ചത്. ഇറങ്ങി വന്നപ്പോൾ ഹസ്ബൻഡ് എന്നോട് ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു ഇൻ്റർവ്യൂ. ഞാനൊരു മാനേജറായിട്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ ഇൻ്റർവ്യൂ ചെയ്യുന്നതാണ് ആളുകളെ. അപ്പോൾ എനിക്കറിയാം എങ്ങനെ പെർഫോം ചെയ്താൽ ഇവർ സെലക്റ്റഡ് ആവും എന്നുള്ളത്. ആ ഒരു ഇത് വെച്ചിട്ട് അസസ് ചെയ്യുമ്പോൾ ഈ ജോലി എനിക്ക് ഒരിക്കലും കിട്ടില്ല. അപ്പോൾ ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു, ഭയങ്കര ടഫായിരുന്നു, എനിക്ക് ഈ ജോലി കിട്ടില്ല. പക്ഷെ ഞാൻ ഈ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴെല്ലാം അമ്മ എനിക്ക് തന്നൊരു വചനമാണ്, നിൻ്റെ ദൈവമായ കർത്താവാണ് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്ത് നിനക്ക് വിജയം നേടിത്തരുന്നത് എന്നുള്ളത്. അത് വെച്ചായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. കാരണം എൻ്റെ മെറിറ്റിൽ ഞാൻ അപ്ലൈ ചെയ്ത 100 ജോലിക്കും എനിക്കൊരു ഇൻ്റർവ്യൂ പോലും ലഭിച്ചില്ല. അപ്പോൾ നീ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്ത് എനിക്കൊരു ജോലി നേടിത്തരണേ എന്നായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അപ്പം ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഞാൻ പറയുകയാണ്, എനിക്ക് ഡിഫിക്കൽട്ടായിരുന്നു ഇൻ്റർവ്യൂ, കിട്ടില്ല. പക്ഷേ എനിക്ക് വേണ്ടി എൻ്റെ ദൈവമായ കർത്താവാണ് യുദ്ധം ചെയ്യുന്നത്, അതുകൊണ്ട് ഈ ജോലി എനിക്ക് ലഭിക്കുമായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. എന്നാലും എനിക്ക് മനസ്സിൽ വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. അത്ഭുതകരമായി ഒരു 3 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു ഇമെയിൽ വരുവാണ്. തുറന്നു നോക്കിയപ്പം യു ഹാവ് ബീൻ സെലക്റ്റഡ്, നിനക്ക് ഈ ജോലി ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ അതിൻ്റെ ഒത്തിരി ചെക്കുകളും ഗവൺമെൻറ് ആയതുകൊണ്ട് ഒരുപാട് വെരിഫിക്കേഷൻസ്, ചെക്കുകൾ, കാലതാമസം എടുക്കുമ്പോഴെല്ലാം ഞാൻ ക്യാൻഡിൽ ലൈറ്റ് പ്രയർ ഇട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. നവംബർ 24-ാം തീയതി എൻ്റെ ബർത്ത്ഡേ ആണ്. ഒരു ബർത്ത്ഡേ ഗിഫ്റ്റായിട്ടാണ് അമ്മ എനിക്ക് ആ ജോലി സ്ഥിരീകരിച്ച് തന്നത്. ഇപ്പം ഞാൻ 8 മാസമായി അവിടെ വർക്ക് ചെയ്യുന്നു. ജോലി കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ജീവിതത്തിൽ ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അത്ഭുതം ഇതാണ്. പക്ഷേ കയറിക്കഴിഞ്ഞപ്പം അതിലും വലിയ കാര്യങ്ങളാണ് അമ്മ എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരുന്നത്. എൻ്റെ ടീമിലുള്ള എല്ലാവരും വർക്ക് ചെയ്യുന്നത് ലണ്ടനിലുള്ള ഓഫീസിലാണ്, ഞാൻ മാഞ്ചസ്റ്ററിലാണ്. അപ്പോൾ എല്ലാ പോസ്റ്റുകളും ലണ്ടനിലായിരിക്കെ ഈ ഒരു പോസ്റ്റ് മാത്രം അവരെല്ലായിടത്തും ഓപ്പൺ ആക്കി. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഈ ജോലി കിട്ടിയത്. അപ്പോൾ അമ്മ എനിക്ക് വേണ്ടി ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തു അവിടെ. പിന്നീട് കയറിക്കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് ഞാൻ അറിയാണ്, 1 വർഷം മുമ്പ് മാത്രം ക്രിയേറ്റ് ചെയ്തൊരു ഡിപ്പാർട്ട്മെൻറ്റാണ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എനർജി സെക്യൂരിറ്റി ആൻഡ് നെറ്റ് സീറോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ 1 വർഷം മുമ്പ് എന്ന് പറയുന്നത് എൻ്റെ ജോലി റിസ്ക്കായി ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ച് തുടങ്ങുന്ന സമയമാണ്. അന്നു മുതലേ അമ്മ അത് കണ്ട് എനിക്ക് വേണ്ടി ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ അമ്മ ക്രിയേറ്റ് ചെയ്ത് അതിൽ സാൽഫോർഡിൽ, ഞാൻ താമസിക്കുന്ന മാഞ്ചസ്റ്ററിൽ അടുത്തുള്ള സാൽഫോർഡിൽ എനിക്ക് വേണ്ടി ഒരു പോസ്റ്റ് ഓപ്പൺ ചെയ്ത് എന്നെ അതിലേക്ക് റിക്രൂട്ട് ചെയ്യുകയാണ്. പിന്നെ ഈ ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പം എനിക്ക് അതുവരെ കിട്ടിക്കൊണ്ടിരുന്ന ശമ്പളത്തിൽ നിന്ന് അല്പം മാത്രമേ കൂടുതലുണ്ടായിരുന്നുള്ളൂ. കുറച്ചുകൂടി കൂടുതലുള്ള ശമ്പളമുള്ളൊരു ജോലി വേണം എന്നായിരുന്നു ആഗ്രഹം. എങ്കിലും ഇത് കിട്ടിയതുകൊണ്ടും ഗവൺമെൻറ്റിന് ഒരുപാട് ഉള്ളതുകൊണ്ടും ഞാൻ ജോയിൻ ചെയ്തു. ഞാൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞ് ഞാൻ വീണ്ടും അറിയുകയാണ്, ഓൾറെഡി ആ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ശമ്പള വർധനവിനുള്ള റിക്വസ്റ്റ് ഗവൺമെൻറ്റിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. 3 മാസത്തിനുള്ളിൽ ബാക്ക് ഡേറ്റഡ് ആയിട്ട് ഞാൻ ജോയിൻ ചെയ്ത ദിവസം മുതൽ എനിക്ക് ശമ്പളം കൂട്ടി കിട്ടുകയാണ്. അതൊരു വലിയ അത്ഭുതമായിട്ട് തോന്നി.
അതുപോലെ തന്നെ ഞാൻ UK പോയത് മാസ്റ്റേഴ്സ് ഡിഗ്രി ചെയ്യാനായിട്ടാണ്. MSc ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നൊരു കോഴ്സാണ് ഞാൻ ചെയ്തത്. പക്ഷേ കോഴ്സ് കഴിഞ്ഞ ഉടനെ മോളുണ്ടായി. അതുകൊണ്ട് എനിക്ക് ഞാൻ പഠിച്ച സ്ട്രീമിലുള്ള ജോലി എനിക്ക് അതുവരെ ചെയ്യാൻ സാധിച്ചിട്ടില്ല. മോളെ നോക്കാൻ വേണ്ടി ഞാൻ പാർട്ട് ടൈം ജോലികളാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ വീടിൻ്റെ അടുത്തും മോളുടെ ചൈൽഡ് കെയറുമായിട്ട് അറൗണ്ടുമായിട്ട് ചെയ്യാൻ പറ്റുന്ന ജോലികൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ മമ്മി എപ്പോഴും എന്നോട് പറയും, മോളെ പഠിച്ച ജോലി കിട്ടാനായിട്ട് നീ നോക്കണം. അപ്പം ഞാൻ മമ്മീനെ സമാധാനിപ്പിക്കാനായിട്ട് പറയും, എനിക്ക് പഠിച്ച ജോലി തന്നെയാണ് മമ്മി കിട്ടിയത്, പക്ഷേ മനസ്സിലുണ്ട് ഞാൻ പഠിച്ച ജോലിയല്ല ഞാൻ ചെയ്യുന്നത്. ഞാൻ ഈ ഗവൺമെൻറ് ജോലിക്ക് കയറി ഒരു മാസം കഴിഞ്ഞൊരു ടീം മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് പറഞ്ഞിട്ടൊരു സ്ലൈഡ്, ഒരു പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ അവർ ഇട്ടേക്കുമായിരുന്നു. ആ സ്ലൈഡിൽ എല്ലാവരുടെയും പേരുകളും അവർക്കുള്ള ജോബ് റോളുകളും എഴുതിയിട്ടുണ്ട്. എൻ്റെ ജോബ് റോൾ കണ്ട് എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. സത്യം പറഞ്ഞാൽ എൻ്റെ ജോബ് റോൾ എഴുതിയിരിക്കുന്നത് ഡാറ്റ ആൻഡ് ഇൻഫർമേഷൻ ലീഡ് എന്നാണ്. അതായത് ഞാൻ 15 വർഷം മുമ്പ് MSc കംപ്ലീറ്റ് ചെയ്ത് ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് ഫീൽഡിൽ ജോലി ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഞാനൊരു ഇൻഫർമേഷൻ മാനേജറായേനെ. അതിനും മുകളിലുള്ള പോസ്റ്റാണ് ഗവൺമെൻറ്റിലുള്ള ഇൻഫർമേഷൻ ലീഡ് എന്ന് പറയുന്നത്. എൻ്റെ 15 വർഷം നഷ്ടപ്പെട്ട എൻ്റെ 15 വർഷത്തെ കരിയർ ഒരൊറ്റ ഉടമ്പടിയിലൂടെ അമ്മ അത് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് എനിക്ക് തരുകയാണ്. എനിക്ക് എൻ്റെ അനുഭവത്തിൽ ഉടമ്പടിയിൽ മാത്രം സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണിത്. അതിന് മാതാവിന് ഒത്തിരി നന്ദി പറഞ്ഞുകൊള്ളുന്നു. രണ്ടാമതായിട്ട് പറയാനുള്ളത്, ഒരു ഹസ്ബൻഡിന് ഒരു കേസിൽ അന്യായമായിട്ട് ഹസ്ബൻഡ് അകപ്പെട്ടായിരുന്നു. അവരുടെ ഓഫീസിൽ അവർക്ക് കാറ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്, അതിന് പാർക്കിംഗ് പെർമിറ്റും ഉണ്ട്. അതൊരു പ്രൈവറ്റ് കമ്പനിയാണ് അത് നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ കാറിൽ പാർക്കിങ്ങിൻ്റെ പെർമിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ മുകളിൽ വേറൊരു പേപ്പർ ഇങ്ങനെ വന്ന് കിടന്നതുകൊണ്ട് പാർക്കിംഗ് ഓഫീസർ വന്നപ്പോൾ അത് കണ്ടില്ല. അപ്പോൾ ഇവർ ഓഫീസിലിരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ CCTVയിൽ കാണാം പാർക്കിംഗ് ഓഫീസർ വന്നിട്ട് ടിക്കറ്റ് അടിക്കുവാണ്. അപ്പം ഹസ്ബൻഡ് ഓടി താഴെ പോയിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഇവിടെ പെർമിറ്റ് ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് കാണിച്ചു കൊടുത്തു. പക്ഷേ അദ്ദേഹം പറഞ്ഞു, ഓൾറെഡി ടിക്കറ്റ് അടിച്ചു പോയി, അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ കസ്റ്റമർ കെയറിൽ വിളിച്ച് പറഞ്ഞാൽ മതി, ഇത് വലിയ കാര്യമൊന്നുമല്ല, അവർ ശരിയാക്കി തരും എന്ന് പറഞ്ഞു. അങ്ങനെ ഉടനെ തന്നെ കസ്റ്റമർ കെയറിൽ വിളിച്ച് പറഞ്ഞു, അവർ അതിനുള്ള പാർക്കിംഗ് പെർമിറ്റിൻ്റെ ഫോട്ടോ അയച്ചു തരാൻ പറഞ്ഞു. കാര്യങ്ങളെല്ലാം അവരുടെ വെബ്സൈറ്റിൽ ഫോമിൽ കൂടി ഫില്ല് ചെയ്ത് അയച്ചു കൊടുത്തു. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടോ ഇത് ക്ലോസ് ആവുന്നില്ല, ഈ ഒരു പാർക്കിംഗ് ടിക്കറ്റ് വന്നത്. അത് നമുക്ക് ലെറ്റർ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്, നിങ്ങൾ ഫൈൻ അടയ്ക്കണം. ഓരോ പ്രാവശ്യം ലെറ്റർ വരുമ്പോഴും ഫൈനിൻ്റെ എമൗണ്ട് കൂടി വരും. അവസാനം ലെറ്റർ വന്നു തുടങ്ങി, നിങ്ങൾ ഇനി ഫൈൻ അടച്ചില്ലെങ്കിൽ നിങ്ങളെ കോടതിയിലേക്ക് ഞങ്ങൾ കൊണ്ടുപോകും എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ ഓടി ചെന്ന് ഹസ്ബൻഡിൻ്റെ അടുത്ത് ഇത് കൊടുത്തിട്ട് പറഞ്ഞു, ഇനി നമ്മൾ അടച്ചില്ലെങ്കിൽ നമ്മൾ കോടതിയിൽ പോകേണ്ടി വരും, എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ഒത്തിരി പ്രാവശ്യം അവരെ കോണ്ടാക്ട് ചെയ്തതാണ്. അതുകൊണ്ട് അടുത്ത് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ അടയ്ക്കില്ല, കോടതിയിൽ പോവുകയാണെങ്കിൽ നമുക്ക് കാണാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഇംഗ്ലീഷുകാരായിട്ടുള്ള കൊളീഗ്സ് എല്ലാം പറഞ്ഞിരുന്നു, ഇത് പേടിക്കേണ്ട, അവർക്ക് നമ്മളെ കോർട്ടിലൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല, കുറേ കഴിയുമ്പോൾ അവരും അടുത്ത് നിർത്തിക്കോളും. ആ ഒരു ധൈര്യത്തിലാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. അങ്ങനെ ഇരിക്കെ ഉടനെ അടുത്ത ഒരു മാസം കഴിഞ്ഞ ഒരു ലെറ്റർ വരുവാണ്. അത് അവിടുത്തെ കോർട്ടിൽ നിന്ന്, കൗണ്ടി കോർട്ട് എന്ന് പറയുന്നത് ശരിക്കും സീരിയസ് ആയിട്ടുള്ളൊരു കോർട്ടാണ് UK. അവിടെ നിന്ന് ലെറ്റർ വരുവാണ്, നിങ്ങൾക്കെതിരെ ഇന്ന കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അടുത്ത ലെറ്റർ വരുന്നത് നിങ്ങൾ കോർട്ടിൽ അപ്പിയർ ചെയ്യേണ്ട ഡേറ്റ് എന്താണെന്ന് പറഞ്ഞിട്ടായിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു നെഗോഷിയേഷൻ സർവീസ് ഉണ്ട്, അത് ഉപയോഗിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചു. ഞാൻ വർക്ക് ചെയ്തിരുന്ന സ്ഥലത്തെ ലീഗൽ ഡയറക്ടറെയൊക്കെ ഞാൻ ഈ ലെറ്റർ കൊണ്ടുപോയി കാണിച്ചു. അദ്ദേഹം പറഞ്ഞു, നിങ്ങളിത് സീരിയസ് ആയിട്ട് എടുക്കണം, കാരണം ഇതിന് നിങ്ങൾ റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. പിന്നെ കോർട്ടിൽ പോയാലും 2 വർഷം മുമ്പാണ് ഇത് സംഭവിച്ചത്. നമ്മുടെ കയ്യിൽ രേഖകളൊന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് അനുകൂലമായിട്ട് വിധി വരാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു.
അങ്ങനെ ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു തുടങ്ങി. അപ്പോൾ ഉടമ്പടിയിലുള്ള സമയമാണ്, ഈ ഒരു നിയോഗം കൂടി വെച്ച് പ്രാർത്ഥിച്ചു തുടങ്ങി. അങ്ങനെ നമ്മൾ നെഗോഷിയേഷന് വേണ്ടി റിക്വസ്റ്റ് ചെയ്തു, പക്ഷേ അത് നിർഭാഗ്യവശാൽ നമുക്കത് കിട്ടിയില്ല. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, ആരുമില്ല അമ്മേ, ഞങ്ങൾക്ക് ഒന്നൊരു ചോദിക്കാൻ പോലും ആരുമില്ല. ഒരു അഡ്വക്കേറ്റിൻ്റെ അടുത്ത് പോയി ഒരു ഉപദേശം ചോദിക്കാൻ തന്നെ നമ്മൾ 100 പൗണ്ട് കൊടുക്കണം. അപ്പോൾ കോർട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരു 50 പൗണ്ട് അടച്ചാൽ മതിയായിരുന്നു. കോർട്ടിലെല്ലാം പോയി കഴിഞ്ഞാൽ മിനിമം ഒരു 1500 പൗണ്ട് നമുക്ക് ചിലവാകും. ഇനി നമുക്കെതിരെ വിധി വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ക്രെഡിറ്റ് ഹിസ്റ്ററിയൊക്കെ ബാധിക്കുമോ, അങ്ങനെ എനിക്ക് ഭയങ്കര ഭയമായിരുന്നു. ഞങ്ങളൊരു വീടൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഈ ഫിനാൻഷ്യലായിട്ട് ക്രെഡിറ്റ് ഹിസ്റ്ററിയെ ബാധിക്കുന്ന ഒരു നെഗറ്റീവ് മാർക്ക് വന്നാൽ ഇനി നമുക്ക് ലോൺ കിട്ടാതെ വരുമോ വീട് മേടിക്കാൻ, അങ്ങനെ ഒത്തിരി ആശങ്ക. അതിനേക്കാൾ ഉപരിയായി ഒരു നുണ പോലും പറയാത്തൊരു വ്യക്തിയാണ് എൻ്റെ ഹസ്ബൻഡ്. ആ ഒരു വ്യക്തി ഒരു ന്യായാധിപൻ്റെ മുൻപിൽ, ഒരു ജഡ്ജിൻ്റെ മുമ്പിൽ പോയി തലകുനിച്ച് നിൽക്കുന്നത് എനിക്ക് ആലോചിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമായിരുന്നു, ചെറിയൊരു കേസാണെങ്കിൽ പോലും. അപ്പോൾ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, ഞങ്ങൾക്ക് വേണ്ടി ആരും ഇല്ല അമ്മയെ വാദിക്കാനായിട്ട്. അമ്മ ഞങ്ങളുടെ അഡ്വക്കേറ്റായിട്ട് പോയി നിന്ന് കോർട്ടിൽ പോയി ഞങ്ങളെ ജയിപ്പിച്ച് തരണം എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം ഞങ്ങൾക്ക് ഈ കേസ് കൊടുത്ത കമ്പനിയിൽ നിന്ന് ഒരു ഇമെയിൽ വരുവാണ്, നിങ്ങൾ 180 പൗണ്ട് അടയ്ക്കുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ കോർട്ടിൽ നിന്നുള്ള കേസ് പിൻവലിക്കാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് കണ്ടപാടെ ഞാൻ ഹസ്ബൻഡിനോട് ഞാൻ ഓഫീസിലായിരിക്കുമ്പോഴാണ് അദ്ദേഹം ഇമെയിൽ എനിക്ക് ഫോർവേഡ് ചെയ്ത് തരുന്നത്. അപ്പോൾ ഞാൻ ഉടനെ എന്നെ തിരിച്ച് ടൈപ്പ് ചെയ്യാൻ തുടങ്ങി, എത്രയും പെട്ടെന്ന് ആ പൈസ അടച്ചിട്ട് നമുക്കിതിൽ നിന്ന് ഊരി പോരാമെന്ന്. അപ്പോൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് എനിക്ക് അമ്മ തന്നൊരു വലിയ അനുഗ്രഹമാണ്. അമ്മ എന്നോട് സംസാരിക്കും പല പല അവസരങ്ങളിൽ. അതെൻ്റെ മനസ്സിൽ ഒരു ശബ്ദമായിട്ടിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും, ആരോ എന്നോട് സംസാരിക്കുന്ന പോലെ തന്നെ. ചിലപ്പോൾ അത് അമ്മയായിരിക്കും, ചിലപ്പോൾ ഈശോ ആയിരിക്കും, ചിലപ്പോൾ പരിശുദ്ധാത്മാവായിരിക്കും. എങ്ങനെ അത് എക്സ്പ്ലെയിൻ ചെയ്യണം എന്ന് എനിക്കറിയില്ല. പക്ഷേ ആ ശബ്ദം കേൾക്കുമ്പോൾ എനിക്കറിയാം അത് അമ്മയാണോ ഈശോയാണോ പരിശുദ്ധാത്മാവാണോ സംസാരിക്കുന്നതെന്ന്. അപ്പോൾ ഈ പ്രാവശ്യം അമ്മ എന്നോട് പറഞ്ഞു, നീ പൈസ അടയ്ക്കരുത്, ഞാൻ നിനക്ക് തന്നൊരു അവസരമാണിത്. നീ ഒരു കാര്യം ചെയ്യണം, നീ ഗൂഗിളിലെല്ലാം സെർച്ച് ചെയ്തിട്ട് വക്കീലന്മാരെങ്ങനെയാണോ എഴുതുന്നത് അതുപോലെ തന്നെ ലോ പോയിൻ്റ് നീ അവർക്കൊരു ഇമെയിൽ എഴുതി അയക്കണം, ഞങ്ങളുടെ ഭാഗത്ത് തെറ്റില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു മെസ്സേജാണ് എനിക്ക് കിട്ടുന്നത്, നമുക്ക് പൈസ അടയ്ക്കണ്ട, നമുക്കിങ്ങനൊരു ഇമെയിൽ അയക്കാം. അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഒരു ഇമെയിൽ അയച്ചു. 2-3 ദിവസമായിട്ടും അവരുടെ ഭാഗത്തുനിന്ന് റിപ്ലൈ ഒന്നുമില്ല. അപ്പോൾ ഹസ്ബൻഡ് അവരെ ഒന്ന് വിളിച്ച് ചോദിച്ചപ്പോൾ റിസപ്ഷനിലുള്ള ലേഡിയാണ് ഫോൺ എടുക്കുന്നത്. അവർക്ക് കേസിനെ പറ്റിയൊന്നും അറിയില്ല, പക്ഷേ അവർ റെക്കോർഡ് നോക്കിയിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് കാണാം നിങ്ങളിങ്ങനെ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കോർട്ടിൽ പോകാൻ റെഡിയാണെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, ഓക്കെ അതിവിടെ റെക്കോർഡഡ് ആയിട്ടുണ്ട്, വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, ദൈവമേ അമ്മേ, നീ പറഞ്ഞിട്ടല്ലേ ഞാനിങ്ങനെ മെയിൽ അയച്ചേ, അവസാനം നീ ഞങ്ങളെ ആപ്പിലാക്കിയോ എന്ന് ഞാനിങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ മനസ്സിൽ വിചാരിച്ചു, എന്തായാലും കുഴപ്പമില്ല, നീ വന്നാൽ മതി ഞങ്ങളുടെ അഡ്വക്കേറ്റായിട്ട് കോർട്ടിൽ പോകാൻ, ഞങ്ങൾക്ക് എന്നിട്ട് വാദിച്ച് വിജയിച്ച് തന്നാൽ മതി. അപ്പം നമ്മൾ റെഡിയായി നിൽക്കുകയാണ്. ഒരു ദിവസം കൂടി കഴിഞ്ഞപ്പോഴേക്കും ആ കമ്പനിയിൽ നിന്ന് തിരിച്ച് ഇമെയിൽ വന്നു, നിങ്ങൾക്കെതിരെയുള്ള കേസ് ഞങ്ങൾ നിരുപാധികം പിൻവലിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞിട്ട്. നമ്മുടെ കയ്യിൽ ഒരു റെക്കോർഡും ഉണ്ടായിരുന്നില്ല തെളിയിക്കാനായിട്ട്. കോർട്ടിൽ പോയിരുന്നെങ്കിൽ നമ്മൾ തോറ്റുപോയേനെ, പക്ഷെ അവിടെ എത്തിക്കാതെ അമ്മ ഞങ്ങളെ സഹായിച്ചു. രണ്ടാമത്തെ ഒരു വലിയൊരു അനുഭവം എന്ന് പറയുന്നത്, മോളുടെ കാലിനൊരു സർജറി ഉണ്ടായിരുന്നു. അത് മോൾ ജനിച്ചപ്പോൾ കാലിന് ചെറിയൊരു നീളക്കുറവുണ്ട്. നമുക്ക് കണ്ടാലൊന്നും മനസ്സിലാവില്ല, നടക്കാനും മോൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ബാക്ക് പെയിനും അങ്ങനത്തെ കാര്യങ്ങളും വളരും തോറും കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുന്നതുകൊണ്ട് ഒരു സർജറി ചെയ്ത് അത് കറക്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു ഡോക്ടർമാർ. അപ്പോൾ മോൾ ജനിച്ചപ്പോൾ മുതൽ അവർ മോളെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം 13 വയസ്സായി, 11 വയസ്സിലാണ് ഈ സർജറി നടക്കുന്നത്. അപ്പം വളരെ സൂക്ഷ്മമായിട്ട് ചെയ്യേണ്ട, കറക്റ്റായിട്ട് ടൈം ചെയ്യേണ്ട ഒരു സർജറിയാണിത്. അതുകൊണ്ട് തന്നെ 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു സർജറിയാണ്. അതിൻ്റെ റിക്കവറി എന്ന് പറയുന്നത് 3 മുതൽ 6 മാസം വരെയാണ്. അപ്പോൾ ഇതൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് ഞാൻ അതൊരു ഉടമ്പടി നിയോഗമായിട്ട് വെച്ചിരുന്നു. എന്നിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു, ഇങ്ങനെ എൻ്റെ മമ്മി എപ്പോഴും, ഹസ്ബൻഡിൻ്റെ മമ്മി എപ്പോഴും പറയും, പ്രാർത്ഥിച്ചപ്പോൾ പലപ്പോഴും അമ്മ
മമ്മീനെ കാണാൻ വന്നിട്ടുണ്ടെന്ന് സാക്ഷ്യങ്ങളിലും എല്ലാവരും അങ്ങനെ പറയും. ഞാനപ്പം അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മേ സർജറിയുടെ സമയത്ത് ആ തിയേറ്ററിൽ അമ്മ ഉണ്ടാവണേ എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ എന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. അങ്ങനെ ഞങ്ങളെല്ലാം പ്രിപ്പയറായി സർജറിക്ക് പോയി. അപ്പോൾ രാത്രി മുതൽ വെള്ളമോ ഭക്ഷണമോ ഒന്നും കഴിക്കാതെ വേണം, എംപ്റ്റി സ്റ്റൊമക്കിൽ വേണം സർജറിക്ക് പോകാൻ. രാവിലെ 9 മണിക്കായിരുന്നു ഞങ്ങൾക്ക് ഉള്ള അപ്പോയിൻമെൻറ്റ്. അപ്പോൾ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ഞങ്ങൾക്ക് മുമ്പുള്ള 2 പേരെയും അവർ വിളിച്ചു സർജറിക്ക്, പക്ഷെ ഞങ്ങളെ മാത്രം വിളിക്കുന്നില്ല. കുറച്ച് സമയം കഴിഞ്ഞ് വെയിറ്റ് ചെയ്തിരുന്നപ്പം വാർഡ് മാനേജർ വന്നിട്ട് ഞങ്ങളോട് പറയുകയാണ്, കുറേ എമർജൻസി കേസുകൾ വന്നു, അതുകൊണ്ട് സർജറി കഴിഞ്ഞ് കുഞ്ഞിനെ മാറ്റാനുള്ള ബെഡ് ഞങ്ങൾക്കില്ല, അതുകൊണ്ട് സർജറി നടക്കുമോ എന്നുള്ളത് സംശയമാണ്. അപ്പോൾ ഞങ്ങൾ 2 പേരും ലീവ് എടുത്തു. മോളെ സ്കൂളിൽ നിന്ന് ലീവ് എടുത്തിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനിയൊരു ഡേറ്റ് കിട്ടാനായിട്ട് ചിലപ്പോൾ മാസങ്ങളാവും. അപ്പോൾ ഇത് കറക്റ്റ് ഒരു ടൈമിൽ ചെയ്യേണ്ട സർജറിയാണിത്. അത് ചെയ്തില്ലെങ്കിൽ ഒരു പക്ഷേ കോംപ്ലിക്കേഷൻസ് ഉണ്ടായേക്കാം. അതുകൊണ്ട് ഞങ്ങൾ ഒത്തിരി വിഷമിച്ചു. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് 2 തീരുമാനങ്ങൾ എടുക്കാം. ഒന്നെങ്കിൽ നിങ്ങൾക്കിപ്പം തിരിച്ചു പോവാം, എന്നിട്ട് വീണ്ടും റീബുക്ക് ചെയ്യാം സർജറി, അല്ലെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം, ചാൻസ് വളരെ കുറവാണ്, ബെഡ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും, പക്ഷേ ചാൻസസ് വളരെ കുറവാണ്, ഞങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷയൊന്നും തരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ 2 പേരും അപ്പം തന്നെ നമുക്ക് വീട്ടിൽ പോകാം എന്നുള്ള രീതിയിൽ റെഡിയാക്കി. പക്ഷേ അമ്മ വീണ്ടും എന്നോട് പറഞ്ഞു, നീ അവിടെ വെയിറ്റ് ചെയ്യാമെന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ ഡോക്ടറോട് പറഞ്ഞു, സാരമില്ല, ഞങ്ങൾ 2 മണി വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഓർക്കണം, തലേദിവസം രാത്രി മുതൽ ഈ കുഞ്ഞ് ഭക്ഷണമോ വെള്ളമോ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഞാനത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഒരു ഗ്ലാസ് ജ്യൂസ് തരാം, വേറെ ഒന്നും കഴിക്കരുത് എന്ന് പറഞ്ഞു. എന്നാലും എനിക്ക് പേടിയായിരുന്നു, ഈ കൊച്ച് എങ്ങനെ ഉച്ചയ്ക്ക് 2 മണി വരെ നിൽക്കും എന്നുള്ളത്. അപ്പോൾ യൂട്യൂബിൽ ഞാൻ കൃപാസനത്തിൻ്റെ യൂട്യൂബ് ചാനൽ എടുത്തിട്ട് അന്ന് എനിക്ക് കിട്ടിയ ധ്യാനം, അന്ന് അച്ഛൻ ഫരീദാബാദിൽ ഒരു ധ്യാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടോക്കിനേക്കാൾ കൂടുതൽ ആരാധന കൂടുതലുള്ളൊരു ധ്യാനമായിരുന്നു ഇത്. അപ്പോൾ ഞാൻ ഹെഡ്സെറ്റ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് മാത്രം കേൾക്കാനുള്ള ഒച്ചയിൽ ഫോൺ എടുത്ത് വെച്ചിട്ട്, ചെവിയുടെ അടുത്ത് വെച്ച് ഞാനിതിങ്ങനെ കേട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആരാധനയിടയിൽ അച്ഛൻ പറഞ്ഞു, നിങ്ങൾ ആ രോഗമുള്ള ഭാഗത്ത് നിങ്ങൾ തൊട്ട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മോളുടെ കാലിൽ തൊട്ട് പ്രാർത്ഥിക്കുകയാണ്. അതിനു മുമ്പ് ഞാൻ ഈ ധ്യാനം കേട്ട് തുടങ്ങിയപ്പോൾ തന്നെ മോൾ അങ്ങ് ഉറങ്ങിപ്പോയി. വിശപ്പോ ദാഹമോ ഒന്നും അറിയാതെ കുഞ്ഞ് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ്. ഞാൻ കാലിൽ തൊട്ട് പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും എനിക്കിങ്ങനെ ഒരു ഇലക്ട്രിസിറ്റി എൻ്റെ ശരീരത്തിലൂടെ, കൊച്ചിൻ്റെ കാലിലൂടെ ഇങ്ങനെ പാസ് ചെയ്യുന്ന എനിക്ക് ഫീൽ ചെയ്യാം. അപ്പോൾ ഞാൻ കണ്ണു തുറന്ന് നോക്കി കാലനങ്ങുന്നുണ്ടോയെന്ന്. മോളതൊന്നും അറിയുന്നില്ല, ഇങ്ങനെ സുഖമായി കിടന്നുറങ്ങുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, പരിശുദ്ധാത്മാവ് എൻ്റെ ഒപ്പമുണ്ട്, ഞങ്ങളെ സഹായിക്കാനും ശക്തിപ്പെടുത്താനുമായിട്ട് ഉണ്ട് എന്ന് വിശ്വസിച്ച് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ ധ്യാനം തീരുന്നതിന് മുൻപ് വാർഡ് മാനേജർ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഒരു ബെഡ് റെഡി ആയിട്ടുണ്ട്, വളരെ അത്ഭുതകരമാണ്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തിയേറ്ററിലേക്ക് കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ മോളുടെ സർജറി ചെയ്യുന്നത് ഒരു മെയിൽ സർജനാണ്, ഒരു പുരുഷനാണ്. ചെറുപ്പം മുതലേ നോക്കുന്ന അദ്ദേഹമാണ് കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. UK-യിലുള്ള നമ്പർ 1 ഓർത്തോപീഡിക് സർജനാണ് അദ്ദേഹം, ആ കൺസൾട്ടൻ്റ്. അപ്പോൾ ഞങ്ങൾക്ക് വളരെ കോൺഫിഡൻസ് ആണ് അദ്ദേഹം ഈ സർജറി ചെയ്യുന്നതുകൊണ്ട്. പക്ഷേ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുമ്പം ആ സർജനെ ഞാൻ അവിടെ കാണുന്നില്ല, പകരം ഒരു ലേഡി അവിടെ നിൽക്കുകയാണ്. എന്നിട്ട് ചെല്ലുമ്പോൾ തന്നെ എന്നോട് പറയുകയാണ്, മോള് പേടിക്കണ്ട, ഈ കുഞ്ഞിനെ ഞാൻ നോക്കിക്കോളാം, സർജറി കഴിയുന്നവരെ ഞാനിവിടെ ഉണ്ടാകും. അപ്പോൾ എനിക്ക് എന്തോ ഒരു അപാകത തോന്നി. കാരണം ഞാൻ അവരോടൊരു എനിക്ക് പേടിയാണെന്നോ വിഷമമുണ്ടെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അവരിങ്ങോട്ട് എന്നോട് പറയുകയാണ്, ഒന്നും പേടിക്കണ്ട, ഞാൻ നോക്കിക്കോളാം. അതുപോലെ തന്നെ ഞാൻ ചുറ്റും നോക്കുവാണ്, അയ്യോ മോളുടെ സർജനെ അവിടെ കാണുന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ. എന്നാലും ഞാൻ വിചാരിച്ച് സാരമില്ല, ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും ചെയ്യുന്നത്, അദ്ദേഹം ആയിരിക്കില്ല ഡയറക്റ്റ് സർജറികൾ ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ട് മോളെ അവിടെ ആക്കിയിട്ട് ഞാൻ പോന്നു. താഴെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 2 മണിക്കൂർ നീണ്ട സർജറി ആയിരുന്നു. പക്ഷേ സർജറി കഴിഞ്ഞ് മോളുടെ ആ മെയിൽ സർജൻ ഇമ്മാനുവൽ മൊറാക്കിസ് എന്ന് പറയുന്ന കൺസൾട്ടൻറ്റ് ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, സർജറി കഴിഞ്ഞു. പുള്ളി ആ സർജറി ചെയ്യുന്ന സ്ക്രബ് ഇട്ടിട്ടാണ്, യൂണിഫോം ഇട്ടിട്ടാണ് വന്നത്. അപ്പോൾ അദ്ദേഹം തന്നെയാണ് സർജറി ചെയ്തത്, എല്ലാം ഭംഗിയായി നടന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്,
അന്ന് ആ സമയത്ത് അവിടെ നിന്നത് അമ്മ മാതാവാണ്. ഞാൻ വിളിച്ചല്ലോ അമ്മയെ, അമ്മ ആ തിയേറ്ററിൽ ഉണ്ടാവണം എന്നുള്ളത്. അതുകൊണ്ടാണ് അമ്മ അവിടെ വന്ന് നിന്ന് എന്നോട് പറഞ്ഞത്, ഞാൻ നോക്കിക്കോളാം മോളെ, ഞാനിവിടെ ഉണ്ട് എന്നുള്ളത്. ഈ സർജറിയുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 മുതൽ 6 മാസം വരെയാണ് ഇതിൻ്റെ റിക്കവറി ടൈം. കാലിൻ്റെ മുട്ടിൽ 2 സൈഡിലും ഓരോ സൈഡിലും 2 ദ്വാരങ്ങൾ ഡ്രില്ല് ചെയ്തിട്ട്, എല്ലിലൂടെ ഡ്രില്ല് ചെയ്തിട്ട് ഒരു ലേസർ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു സർജറി ആയിരുന്നു. നമുക്കറിയാം, ഒരു മുള്ളു കൊണ്ടാൽ പോലും നമുക്ക് എന്തൊരു വേദനയാണ് എത്ര ദിവസത്തേക്ക്. 4 സ്ഥലങ്ങളിൽ എല്ല് ഡ്രില്ല് ചെയ്താൽ എന്തോരം വേദനയുണ്ടാവും. അപ്പോൾ മോൾക്കാണെങ്കിൽ ചെറിയൊരു വേദന പോലും സഹിക്കാനായിട്ട് ശക്തിയില്ലാത്തൊരു ആളാണ്. അതുകൊണ്ടാണ് ഞാനിതൊരു ഉടമ്പടി നിയോഗത്തിൽ വെച്ചത്, അമ്മ കൂടെ ഉണ്ടാവണേ എന്ന്. അന്ന് രാത്രി ഒരാൾക്കേ നിൽക്കാൻ പറ്റുള്ളൂ വാർഡിൽ അവിടെ. അപ്പം ഞാനാണ് നിന്നത് മോളുടെ കൂടെ. എനിക്ക് വലിയ വെയിറ്റൊന്നും എടുത്ത് പൊക്കാനൊന്നും എനിക്ക് ശക്തിയില്ലാത്തൊരാളാണ്. അപ്പം മോളെ എടുത്ത് യൂറിൻ പാസ് ചെയ്യാനെല്ലാം കമോഡിലെടുത്തിരുത്തണം, തിരിച്ച് ബെഡിലേക്ക് എടുക്കണം, ഇത് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണം. അതെല്ലാം എനിക്ക് എവിടെ നിന്ന് എനിക്ക് ശക്തി കിട്ടിയെന്നറിയില്ല. ദൂതന്മാരായിരിക്കണം ഇങ്ങനെ താങ്ങിയെടുത്ത് ഞങ്ങളെ 2 പേരെയും ആ സമയം താങ്ങിയത്. ആ രാത്രി മുഴുവൻ ഡ്രിപ്പ് ഇട്ടതുകൊണ്ട് ഒരുപാട് വെള്ളം മോളുടെ ദേഹത്തുണ്ടായിരുന്നു. അതെല്ലാം യൂറിൻ പാസ് ചെയ്ത് പോകണം. ഒത്തിരി പ്രാവശ്യം എണീപ്പിച്ച് കമോഡിലിരുത്തി തിരിച്ച് ബെഡിലിരുത്തി. ഒരു വേദന പോലും എൻ്റെ കുഞ്ഞ് അനുഭവിച്ചിട്ടില്ല. ആ വാർഡിലുള്ള എല്ലാ കുഞ്ഞുങ്ങളും ആ രാത്രി മുഴുവൻ കരച്ചിലായിരുന്നു. ഒരുപോലെ കണ്ണടച്ചിട്ടില്ല ആ വാർഡിലുള്ള ഒരു കുഞ്ഞുങ്ങളും. അത്ര സർജറി കഴിഞ്ഞ് വേദനിച്ച് കിടക്കുന്ന കുഞ്ഞുങ്ങളാണ് ആ വാർഡിൽ. പക്ഷേ എൻ്റെ മോള് ഒരു പ്രാവശ്യം പോലും അമ്മ വേദന എടുക്കുന്നു എന്ന് പറഞ്ഞില്ല. ഈശോയെ താങ്ങുന്നത് പോലെ എൻ്റെ കുഞ്ഞിനെ താങ്ങുമായിരുന്നു. അതുപോലെ തന്നെ 3 മാസം എന്നുള്ളത് 1.5 മാസം കൊണ്ട് എൻ്റെ മോള് ക്രച്ചസിലാണ് എങ്കിലും സ്കൂളിൽ പോയി തുടങ്ങി. സ്കൂളിൽ പോയി 2 ആഴ്ച കഴിഞ്ഞ് ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ അപ്പോയിൻമെൻറ്റിന് ക്രച്ചസിലാണ് ഞങ്ങൾ നടന്ന് കയറുന്നത്. അവിടെ ചെന്നപ്പോൾ അവർ ക്രച്ചസ് എടുത്ത് മാറ്റിയിട്ട് പറയാണ്, ഒരു കുഴപ്പമില്ല, ഇനി ഇതിൻ്റെ ആവശ്യമില്ല, ഷീസ് പെർഫെക്റ്റ്ലി ഫൈൻ, ഇവൾക്കിനി നോർമലായിട്ട് എല്ലാം ചെയ്യാം എന്നുള്ളത്. 6 മാസമായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. 3 മാസത്തിനുള്ളിൽ തന്നെ കംപ്ലീറ്റ് ഹീലിംഗ് കൊടുത്ത് മോള് നോർമലാക്കി അമ്മ അനുഗ്രഹിച്ചു. മൂന്നാമതായിട്ടുള്ളത് ഞങ്ങൾക്കൊരു വീട് കിട്ടിയതിൻ്റെ അത്ഭുതമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ സാക്ഷ്യം പറയാൻ വന്നപ്പോൾ ഞാൻ ആ വീടിൻ്റെ കാര്യം പറഞ്ഞിരുന്നില്ല. കാരണം ഞങ്ങളൊരു വീടിന് ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വീട് നമുക്ക് കയ്യിൽ കിട്ടിയിട്ടില്ലാത്ത കാരണം ഞാനത് പറഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് പറയാമെന്ന് വിചാരിക്കുകയായിരുന്നു. അപ്പോൾ വീട് എൻ്റെ പ്രോസസ്സിങ് തുടങ്ങുന്ന സമയത്ത് തന്നെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞായിരുന്നു, ഉടമ്പടി എടുക്ക് ഈ ഒരു നിയോഗം വെച്ചിട്ട് എന്ന് പറഞ്ഞായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാനൊന്നും ഉടമ്പടി എടുക്കില്ല. കാരണം വേറൊന്നുമല്ല, ആദ്യത്തെ ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് ജോലിയില്ലായിരുന്നു. അപ്പം അതുകൊണ്ട് എനിക്ക് എല്ലാം നന്നായിട്ട് നിബന്ധനകൾ പാലിക്കാൻ പറ്റി. അമ്മ അത് കഴിഞ്ഞിട്ട് എനിക്കൊരു ജോലി തന്നു. പക്ഷേ ആ ജോലി കിട്ടിയ പിന്നെ സമയം വളരെ കുറവായിരുന്നു. എനിക്ക് ഉടമ്പടി നിബന്ധനകൾ പാലിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഉടമ്പടി എടുക്കുകയാണെങ്കിൽ നന്നായി പാലിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഉടമ്പടി എടുക്കില്ല. പക്ഷെ ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത്, ഞാനൊന്നും ഉടമ്പടി എടുക്കില്ല, ഇനിയൊരു പ്രതിസന്ധി വന്നാലേ ഞാൻ ഉടമ്പടി എടുക്കുകയുള്ളൂ ഞാൻ പറഞ്ഞു. കൃത്യമായിട്ട് ആ പ്രതിസന്ധി എൻ്റെ കയ്യിലേക്ക് വന്നു. 2 മാസം വീടിൻ്റെ പ്രോസസ്സിങ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പം ഹസ്ബൻഡ് പറയുകയാണ്, നമ്മുടെ ആ വീട് പോയി കയ്യിൽ നിന്ന്. അത് വിൽക്കാനിട്ടിരുന്ന ഫാമിലിക്ക് എന്തോ പ്രശ്നം കാരണം അവർ ആ വീട് വിൽക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. അപ്പോൾ ഭയങ്കര സങ്കടം തോന്നി. എന്താണിതിങ്ങനെ, ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഉടനെ തന്നെ ഇങ്ങനെ സംഭവിച്ചല്ലോ, എന്തുകൊണ്ടായിരിക്കും എന്നുള്ളത് ഭയങ്കര സങ്കടം തോന്നി. എങ്കിലും ഞാൻ പറഞ്ഞു, സാരമില്ല, നമുക്ക് നല്ലതായിരിക്കില്ല ആ വീട്, നല്ലതായിരുന്നെങ്കിൽ അമ്മ നമുക്കത് തരാതിരിക്കില്ല, നമുക്ക് നല്ലൊരു വീട് തന്നെ അമ്മ വാങ്ങിത്തരും എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ വീണ്ടും നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ കുറേ വീടുകൾ, ഒരു 10ഓളം വീടുകൾ അത് കഴിഞ്ഞ് ഞങ്ങൾ കണ്ടു. പക്ഷെ ഒരു വീടും നമുക്ക് മനസ്സിൽ പിടിക്കുന്നില്ല. ഈ വീടാണെങ്കിൽ കണ്ടപ്പോൾ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു, എല്ലാം കൊണ്ട് നമുക്ക് ചേർന്നൊരു വീടായിരുന്നു. അങ്ങനെ 10ാമത്തെ വീട് പോയി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടിൽ വന്നപ്പോൾ ഹസ്ബൻഡ് ഭയങ്കര ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞു, എനിക്കും മോൾക്കുമാണ് അത് ഇഷ്ടപ്പെടാതിരുന്നത്, ഇനി നമുക്ക് വീടൊന്നും നോക്കണ്ട, നമുക്ക് വീട് ഇങ്ങനെ നമ്മുടെ തലയിൽ വരച്ചിട്ടില്ലായിരിക്കും, അതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞു.
അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി, കാരണം ഞങ്ങൾ രണ്ടും മുടക്കം പറഞ്ഞതുകൊണ്ടാണല്ലോ അത് നടക്കാതിരുന്നത്. അങ്ങനെ ഞാൻ ഇതിനിടയിൽ നമ്മൾ രണ്ടാമതൊരു വീടും കൂടി കണ്ടിരുന്നു. അത് നല്ലൊരു വീടായിരുന്നു, നമുക്ക് ഇഷ്ടപ്പെട്ട വീടായിരുന്നു. പക്ഷേ മോളുടെ സ്കൂളിലേക്ക് ഒരുപാട് കൂടുതലായിരുന്നു. അപ്പോൾ എനിക്ക് ഡ്രൈവ് ചെയ്യാൻ ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്ത വ്യക്തിയാണ് ഞാൻ. ഒരു 5 മൈൽ റേഡിയസിലേ ഞാൻ ഡ്രൈവ് ചെയ്യുള്ളൂ. ഇത് ഞാനൊരു 40 മിനിറ്റ് ഡ്രൈവ് ചെയ്ത് മോളെ സ്കൂളിൽ കൊണ്ടാക്കണം. ആ ഒരു റീസൺ കൊണ്ട് നമ്മൾ അതിൻ്റെ ഓഫർ ഇട്ടെങ്കിലും നമ്മൾ ആ വീടിന് വേണ്ടി ഫൈറ്റ് ചെയ്തില്ല. നമ്മളിട്ട ഓഫറിനേക്കാൾ ഒരുപാട് മുകളിലാണ് ആ വീട് വേറൊരാൾക്ക് പോയത്. അതിൻ്റെ പ്രോസസ്സിങ് നടക്കുമായിരുന്നു. പക്ഷേ ആ വീട് പോയി കഴിഞ്ഞ് നമ്മൾ എപ്പോഴും നമുക്ക് തോന്നുമായിരുന്നു, ആ വീട് കളയണ്ടായിരുന്നു, നമുക്കൊന്നുകൂടി ഫൈറ്റ് ചെയ്യാമായിരുന്നു ആ വീടിന് വേണ്ടിയെന്ന്. അപ്പോൾ ഈ അവസാനം 10ാമത്തെ വീട് കണ്ടു വന്നു കഴിഞ്ഞ് ഹസ്ബൻഡ് ഇങ്ങനെ ഇനി വീട് നോക്കുന്നില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ച് കഴിഞ്ഞിട്ട് ഞാൻ അപ്പം എന്തെങ്കിലും ഒന്ന് സമാധാനിപ്പിക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓൺലൈനിൽ ഇങ്ങനെ വീടുകൾ നോക്കി തുടങ്ങി. നോക്കിയപ്പം അന്ന് പോയ ആ വീട് നമുക്ക് രണ്ടാമത് നഷ്ടപ്പെട്ട് നമ്മളധികം ഫൈറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞ ആ വീട് വീണ്ടും മാർക്കറ്റിൽ വന്നിരിക്കുന്നു. അപ്പം ഞാൻ ഉടനെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ വീട് വീണ്ടും വന്നിരിക്കുന്നു, നമുക്കൊന്നുകൂടി നോക്കിയാലോ എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഉടനെ എന്നെ എസ്റ്റേറ്റ് ഏജൻറ്റിനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ മാക്സിമം ഓഫർ ഇതാണ്, ഇത് നിങ്ങൾക്ക് തരാം, പക്ഷേ നിങ്ങൾ വേറെ ആരെയും ഈ വീട് കാണിക്കരുത്, വ്യൂയിങ്ങിന് വിളിക്കരുത്, ഞങ്ങൾക്ക് തന്നെ ഈ വീട് തരണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ സംസാരിച്ച് നോക്കട്ടെ അതിൻ്റെ ആളുടെ അടുത്ത്, അവർ സമ്മതിക്കുകയാണെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞു. അവർ ഇതിൻ്റെ ഓണറിൻ്റെ അടുത്ത് സംസാരിച്ച് അവർ ഓക്കെ ആണെന്ന് പറഞ്ഞു. പക്ഷേ ഓണർ പറഞ്ഞു അവരൊന്നുകൂടി വന്ന് ഈ വീട് കാണട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കൊരു സംശയം, ഇവരെന്താ ഇങ്ങനെ പറയണേ, ഇവർ ഡിലേ ചെയ്യിപ്പിക്കുകയാണോ, വേറെ ആളുകളെ കാണിക്കാൻ വേണ്ടിയാണോ, ഇനി ഈ വീടും നമുക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഓഫർ കൊടുക്കുന്നതിന് മുമ്പേ ഹസ്ബൻഡും എൻ്റെ ഉടമ്പടിയിൽ ചേർന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ച് തുടങ്ങിയായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ മനസ്സിലിങ്ങനെ തോന്നി, എൻ്റെ ദൈവമേ, ഹസ്ബൻഡ് ഉടമ്പടിയിൽ ഒന്ന് ചേർന്ന് പ്രാർത്ഥിച്ച് തുടങ്ങിയുള്ളൂ, അപ്പം തന്നെ തടസ്സങ്ങളാണോ, ഉള്ള വിശ്വാസം കൂടി പോവുമോ എന്നുള്ള രീതിയിൽ ഞാൻ വിഷമിച്ചു. അങ്ങനെ ഞങ്ങൾ ഒത്തിരി വിഷമിച്ചിരിക്കുമ്പം വീണ്ടും അമ്മ എന്നോട് സംസാരിക്കുകയാണ്. അമ്മ എന്നോട് പറഞ്ഞു, നീ ഇങ്ങനെ വിഷമിക്കുന്നത് എന്തിനാണ്, നിനക്ക് ഞാനൊരു അവസരം തന്നതാണ്, അവിടെ പോയി നീ ഉപ്പ് 4 മൂലയിലും ഇടണം ആ വീടിൻ്റെ. അപ്പോൾ അതിനു മുൻപ് ഞാനൊരു സാക്ഷ്യത്തിൽ കണ്ടിരുന്നു, ഒരു അറബിയുടെ ബജ്ലിസിൽ കൊണ്ടുപോയി 4 മൂലയിലും ഉപ്പിട്ടപ്പോൾ അവരുടെ വളരെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പേപ്പർ അവർക്ക് കിട്ടിയത്. അപ്പോൾ ആ ഒരു സാക്ഷ്യം എൻ്റെ മനസ്സിലേക്ക് വരുമായിരുന്നു. അങ്ങനെ ഞാൻ ഹസ്ബൻഡിനോട് ഓടിച്ചെന്ന് പറഞ്ഞു, ഒന്നും പേടിക്കണ്ട, നമുക്കിതൊരു അവസരമാണ്, നമുക്ക് പോയി വീട് കാണാം, പോകുന്ന അവസരത്തിൽ നമുക്ക് ഉപ്പും കൊണ്ടിടാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഉപ്പെടുത്തു. അന്ന് വിൻ്റർ ടൈമാണ്. അപ്പോൾ വലിയ കോട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. കോട്ടിൻ്റെ പോക്കറ്റിൽ ഞാൻ ഉപ്പെടുത്തിട്ട് അവിടെ എത്താറായപ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലി എൻ്റെ കയ്യിൽ ഞാൻ ഉപ്പെടുത്ത് പിടിച്ചു, ആരും കാണാതെ. കാരണം അവർക്ക്, ഇംഗ്ലീഷുകാർക്ക് ഇതൊക്കെ വളരെ വിചിത്രമായിട്ട് തോന്നും, നമ്മൾ വല്ല ബ്ലാക്ക് മാജിക്ക് കാണിക്കുകയാണോ എന്നൊക്കെ അവർ തോന്നും. അതുകൊണ്ട് വലിയ ബഹളങ്ങളൊന്നും ഇല്ലാതെ ബെല്ലടിച്ച് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ടിലും, അത് കഴിഞ്ഞ് വീട് കാണുന്ന സമയത്തും ബാക്കിലും ഞങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പിട്ടു പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, അമ്മേ, ഈ വീട് ഇന്നു മുതൽ നിൻ്റെ സംരക്ഷണത്തിലായിരിക്കണമേ, ഈ വീട്ടിലുള്ളവരെയും ഞങ്ങളെയും സംരക്ഷിക്കണമേ, ഞങ്ങൾക്ക് വേണ്ടി ഈ വീട് നീ കാത്തു സൂക്ഷിച്ചുകൊള്ളണമേ എന്ന് പ്രാർത്ഥിച്ചു. കോംപ്ലിക്കേഷൻസ് കുറച്ചുണ്ടായിരുന്നു. എൻ്റെ ലോൺ പാസ്സാവാനായിട്ട്, ഈ ഹോം ലോൺ കിട്ടുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ സാലറിയുടെ പേപ്പർ വർക്കുകൾക്ക് ഭയങ്കര തടസ്സങ്ങളായിരുന്നു. ഒത്തിരി ഡോക്യുമെൻറ്റേഷൻ അവർ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവസാനം ഞങ്ങളുടെ കമ്പനിയിലത്തെ HR ആയിട്ടൊരു കോള് വേണം എന്നവർ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ ആ ഡോക്യുമെൻറ്റിൻ്റെ 4 മൂലയിലും ഉപ്പിട്ടൊരു ഫോൾഡറിലാക്കിയിട്ട് ഞാൻ കൊടുത്തു. അങ്ങനെ 5 മിനിറ്റിനുള്ളിൽ ആ കോൾ കംപ്ലീറ്റ് ചെയ്തിട്ട് അവൾ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ എല്ലാം ഓക്കെ. അങ്ങനെ ഞങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ 3 ഇരട്ടി വലിപ്പമുള്ളതും സൗകര്യമുള്ളതും നല്ലതുമായിട്ടുള്ളൊരു വീടാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഇനി ഹസ്ബൻഡിൻ്റെ ജോലിയുടെ അത് അദ്ദേഹം തന്നെ പറയും. ഞാൻ UK 2009 മുതൽ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യായിരുന്നു. ആ സെയിം കമ്പനീനെ 2012 ആയപ്പോൾ വേറൊരു കമ്പനി ബോട്ട് ഔട്ട് ചെയ്തു. ഇപ്പോൾ രണ്ടാമത് മൂവ് ചെയ്ത ആ കമ്പനീനെ 2013 ആയപ്പോഴത്തേനും വേറൊരു കമ്പനി പിന്നെയും മേടിച്ചു. അപ്പോൾ ഈ മൾട്ടിപ്പിൾ അക്വിസിഷൻ കാരണം ഞാൻ ആ സെയിം കമ്പനിയിൽ ഒരു 13 ഇയേഴ്സായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. 2020 ആയപ്പോഴത്തേനും ഞാൻ പറഞ്ഞു, ഓക്കെ, ഇത്രയും നാളായി ഒരു കമ്പനി തന്നെ വർക്ക് ചെയ്യുകയാണ്, മിക്കവാറും കൊലീഗ്സൊക്കെ സെയിം തന്നെയാണ്,
നമുക്ക് വേറൊരു ഓപ്പർച്യൂണിറ്റി നോക്കാം, എങ്ങനെയാണ് ബാക്കിയുള്ള കമ്പനികൾ വർക്ക് ചെയ്യുന്നത് നോക്കാം. സെയിം കമ്പനിയിലാണെങ്കിൽ തന്നെ ഭയങ്കര പൊളിറ്റിക്സും ഇൻറ്റേർണൽ പൊളിറ്റിക്സും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേറൊരു ചേഞ്ച് നോക്കി. ആ ചേഞ്ചിന് വേണ്ടിയിട്ട് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് വേറൊരു ഓപ്പർച്യൂണിറ്റി വന്നു. ഒരു ഹെഡ് ഹണ്ടർ വന്നിട്ട് ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഞങ്ങൾ നോക്കുമ്പോഴത്തേനും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, ഞങ്ങളത് എടുത്തു. 6 ആഴ്ച ആയപ്പോഴത്തേനും സെക്കൻഡ് വീക്കിൽ ഞങ്ങൾ ആ ഒരു പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ക്ലയൻറ്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ തന്നെ പ്രപ്പോസൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ സെക്കൻഡ് സ്ലൈഡ് ആയപ്പോഴത്തേനും സെയിൽസ് മാനേജർക്ക്, സെയിൽസ് ഡയറക്ടർക്ക് ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു. പിന്നെ ഞങ്ങൾക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. വീണ്ടും ഞങ്ങൾ 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേനും തിരിച്ചു പോയി, ക്ലയൻറ്റിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോയി, വീണ്ടും പ്രസൻറ്റ് ചെയ്തു. ഞങ്ങൾ മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേനും സെയിൽസ് ഡയറക്ടർ പറഞ്ഞു, ഞങ്ങൾ ഈ ഒരു പോസ്റ്റ് ഓപ്പൺ ചെയ്തത് അവർക്ക് ഇങ്ങനൊരു റിക്വയർമെൻ്റ് ഉണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ടാണ്. പക്ഷേ പുള്ളിക്ക് ഇനി മുതൽ അതിനകത്ത് കോൺഫിഡൻ്റ് അല്ല ഇത് ഈ ഒരു പ്രൊജക്റ്റ് ചെയ്യാനായിട്ട്, അതുകൊണ്ട് ഈ ഒരു പൊസിഷൻ റിഡൻഡൻ്റ് ആവുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ആ പൊസിഷൻ എനിക്ക് ജോലി അവിടെ നിന്ന് വിടേണ്ടി വന്നു. അങ്ങനെ ഞാൻ വേറൊരു കമ്പനിയിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ പെട്ടെന്ന് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. 6 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേനും വേറൊരു കമ്പനിയിലേക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അതിനിടയ്ക്ക് ഞാൻ ഉടമ്പടി വീണ്ടും ഓൺലൈൻ വഴി റിന്യൂ ചെയ്തായിരുന്നു. അങ്ങനെ മാതാവിൻ്റെ ഹെൽപ്പ് കൊണ്ട് വീണ്ടും ഒരു ജോബിലേക്ക് ഞാൻ കടന്നിരിക്കുകയാണ്. താങ്ക് യു. അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരുപാട് നന്ദി പറയുന്നു. ഓരോ പ്രതിസന്ധികൾ വരുമ്പോഴും അമ്മ ഞങ്ങളെ അടുത്ത സ്റ്റെപ്പിലേക്ക്, ഉടമ്പടി ഒരു പടി കയറുന്നത് പോലെ നിത്യതയിലേക്ക് ഞങ്ങളെ നീക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മയ്ക്കും തിരുക്കുമാരനും ഒരുപാട് നന്ദി പറയുന്നു. കാരുണ്യ പ്രവൃത്തികൾ ഞങ്ങൾ പണം ആവശ്യമുള്ളവർക്ക് നമ്മൾ സാമ്പത്തിക സഹായം ചെയ്യാറുണ്ട്. ഹസ്ബൻഡ് കമ്മ്യൂണിറ്റി കിച്ചണിൽ പോയി പാവപ്പെട്ടവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. പിന്നെ സങ്കടം പറയുന്നവരുടെ എല്ലാം സങ്കടങ്ങൾ ഞാൻ കേട്ടിരുന്ന് അമ്മ പറയുന്ന പോലെ അവരോട് ക്യാൻഡിൽ ലൈറ്റ് പ്രെയർ ഇടാനോ ലോക്കറ്റ് വെച്ച് പ്രാർത്ഥിക്കാനോ ഉപ്പിട്ട് പ്രാർത്ഥിക്കാനോ ഒക്കെ പറയും. ഞങ്ങളൊരു മാഞ്ചസ്റ്ററിൽ ഒരു അഖണ്ഡ ജപമാല ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. 25ഓളം പേര് ഇപ്പോൾ അതിലുണ്ട്. എല്ലാ പ്രാർത്ഥനാ ആവശ്യങ്ങൾക്ക് വേണ്ടിയും നമ്മൾ ആ ഗ്രൂപ്പിൽ ഇപ്പോൾ പ്രാർത്ഥിക്കാറുണ്ട്. അമ്മ തന്ന അനുഗ്രഹങ്ങൾക്കെല്ലാം ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് സാക്ഷ്യം ഞാൻ അവസാനിപ്പിക്കുകയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ജോഷുവയുടെ പുസ്തകം 24-ാം അധ്യായം 3-ാം തിരുവചനം ഇപ്രകാരം അരുളി ചെയ്യുന്നു. 13-ാം തിരുവചനം ഇപ്രകാരം അരുളി ചെയ്യുന്നു: നിങ്ങൾ അധ്വാനിക്കാത്ത ഭൂമിയും നിങ്ങൾ പണിയാത്ത പട്ടണങ്ങളും നിങ്ങൾക്ക് ഞാൻ തന്നു. നിങ്ങൾ ഇന്നിവിടെ വസിക്കുന്നു. നിങ്ങൾ നട്ടുവളർത്താത്ത മുന്തിരിത്തോട്ടത്തിൻ്റെയും ഒലിവ് തോട്ടത്തിൻ്റെയും ഫലം നിങ്ങൾ അനുഭവിക്കുന്നു. UK മാഞ്ചസ്റ്ററിൽ നിന്ന് ഇവിടെ വന്ന് ഓൺലൈൻ ഉടമ്പടിയുടെ സാക്ഷ്യം പറയുകയാണ് ഷാനു, ബിനീഷും കുടുംബവും. ഈ മകളുടെ ജോലിയുടെ കാര്യം ഒക്കെ പറഞ്ഞു തുടങ്ങുമ്പോൾ താൻ എത്ര നാളത്തെ എക്സ്പീരിയൻസ് തനിക്കുണ്ടെന്നും താൻ തന്നെ ഒരു മാനേജർ പോസ്റ്റിലിരിക്കുന്ന ആളാണ്, എന്നിട്ടും 2 മാസ്റ്റേഴ്സ് ഡിഗ്രിയുണ്ട്. അങ്ങനെ മെറിറ്റുകളുടെ ഒരു കൂമ്പാരം തന്നെയുണ്ട്. എന്നാൽ 100ഓളം ആപ്ലിക്കേഷൻ അയച്ചു, എങ്ങു നിന്നും ഒരു ജോലിയും കിട്ടിയില്ല. പിന്നീട് ഓൺലൈൻ ഉടമ്പടിയിലൂടെ എങ്ങനെയാണ് അമ്മ ഓരോ വാതിലുകൾ തുറക്കുന്നത്, അതും 1 വർഷം മുമ്പേ അമ്മ കരുതുന്നുണ്ടായിരുന്നു എന്നൊക്കെയാണ് ഈ സാക്ഷ്യത്തിൽ നമുക്ക് കേൾക്കുവാൻ കഴിയുന്നത്. അങ്ങനെ തൻ്റെ ജോലി, താൻ പഠിച്ച ഫീൽഡ്, ആ ഫീൽഡിലെ ഒരു ജോലി, അതൊക്കെ ഒരു സ്വപ്നമായിരുന്നു. ആ ആഗ്രഹം, മനസ്സിലുള്ള ആ ആഗ്രഹം അമ്മ അറിയുന്നുണ്ട്. അപ്പോഴമ്മ അത് ഈശോയോട് ഓൾറെഡി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ മകൾക്ക് എങ്ങനെയാണ് പിന്നീട് താൻ പഠിച്ച അതേ ഫീൽഡിൽ താൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സാലറിയിലുമൊക്കെ അതുപോലെ ഒരു നല്ല പോസ്റ്റിൽ
തനിക്കൊരു ജോലി ലഭിക്കുന്നു. ഇൻ്റർവ്യൂവിൻ്റെ കാര്യമൊക്കെ ഒത്തിരി ടഫായിരുന്നു. താൻ തന്നെ ഒരു മാനേജറാണ്, താൻ മറ്റുള്ളവർക്ക് ഇൻ്റർവ്യൂ ചെയ്യുന്നയാളാണ്. എന്നാൽ തനിക്ക് വന്ന ഇൻ്റർവ്യൂ അത് ഒത്തിരി ഡിഫിക്കൽട്ടായിട്ടാണ് ഈ മകൾക്ക് തോന്നിയത്. ആ അവസരത്തിലാണ് തിരുവചനം അരുളി ചെയ്യുക, നിങ്ങൾ പണിയാത്ത പട്ടണങ്ങൾ, നിങ്ങൾ നട്ടുവളർത്താത്ത മുന്തിരിത്തോട്ടം, ഇതിൻ്റെയൊക്കെ ഫലമാണ് നിങ്ങൾ അനുഭവിക്കുന്നത്. അതായത് നമുക്ക് മെറിറ്റില്ല, 0 മെറിറ്റാണ് നമ്മുടേത്. അത് ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. അപ്പോൾ നാം ഒന്നുമല്ല, കോൺഫിഡൻസ് ഒത്തിരിയുള്ള മകളായിരുന്നു. അത് അഹങ്കാരം കൊണ്ടല്ല എന്ന് പറഞ്ഞു. എന്നാലും തനിക്കിതൊക്കെ കഴിവുണ്ടല്ലോ, അപ്പോൾ ഒരു ജോലി കിട്ടാനൊക്കെ എളുപ്പമുണ്ട് എന്നൊക്കെ മറ്റുള്ളവരോടുമൊക്കെ പറഞ്ഞിരുന്ന മകൾ പിന്നീട് എങ്ങനെയാണ് ആപ്ലിക്കേഷൻസ് തുരുതുര അയച്ചിട്ടും തനിക്ക് ജോലി ഇല്ലാതെ വരുന്ന അവസരത്തിൽ എങ്ങനെ പിന്നെ അമ്മയിൽ, ഈശോയിൽ മാത്രം ആശ്രയിക്കുന്നു. അങ്ങനെ ജോലി, അതുപോലെ തൻ്റെ ഹസ്ബൻഡിന് താൻ അറിയാത്ത ഒരു കേസിൽ ഉൾപ്പെടുന്നു, അതിൽ നിന്ന് എങ്ങനെ മോചനം, പിന്നെ തൻ്റെ കുഞ്ഞിൻ്റെ ഓപ്പറേഷൻ അതുമൊക്കെ സക്സസ് ആകുന്നു. അതിനൊക്കെ ഓരോ കോംപ്ലിക്കേഷൻസ് ഉണ്ട്, ഓരോന്നിനും കോംപ്ലിക്കേഷൻസ് ഉണ്ട്. എന്നാൽ ആ കോംപ്ലിക്കേഷൻസിലൂടെ ദൈവം എങ്ങനെയാണ് പല കാര്യങ്ങളും നന്മയായിട്ട് ഇവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. അമ്മ സംസാരിക്കാറുണ്ട്, ഈശോ സംസാരിക്കാറുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ തോന്നലുകൾ പരിശുദ്ധാത്മാവ് തന്നോട് സംസാരിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഹാലൂസിനേഷനൊന്നുമല്ല. അതായത് മുഖാഭിമുഖം ദൈവവുമായി സംസാരിച്ച മോസസ് ഇവിടെ നമുക്ക് കാണാനാകും. അപ്പോൾ ഉടമ്പടി എടുത്ത മക്കൾ ആ ഉടമ്പടി ജീവിതം ഏറ്റവും വിശ്വസ്തമായിട്ടും സത്യസന്ധമായിട്ടും ചെയ്യുമ്പോൾ നമുക്കും ദൈവം സംസാരിക്കുന്നത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അങ്ങനെ അമ്മയാണ് കേസിൻ്റെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഇതൊക്കെ നാം കേട്ടതാണ്. നീ ഇനിയിപ്പോൾ കോർട്ടിലൊന്നും പോകണ്ട, ഇന്ന കാര്യങ്ങൾ ചെയ്യുക, മെയിൽ അയക്ക്, അതിനെ ഫോളോ ചെയ്യുകയാണ്. നീ നടക്കേണ്ട വഴി ഞാൻ നിൻ്റെ മുഖത്ത് നോക്കി നിന്നെ പഠിപ്പിക്കുമെന്ന് സാം 32:8 തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ അക്ഷരാർത്ഥത്തിൽ ഓരോന്നും സംഭവിക്കുന്നത് അമ്മ പറഞ്ഞു കൊടുത്ത് വഴി നടത്തുന്ന രീതികളാണ്. അങ്ങനെ തങ്ങൾക്ക് പിന്നീടൊരു വീട്, ആ വീടിൻ്റെ കാര്യങ്ങളുമൊക്കെ എത്രമാത്രം ബുദ്ധിമുട്ടേറിയതായിരുന്നു. എന്നാൽ പിന്നീട് തങ്ങൾക്ക് നഷ്ടപ്പെട്ട വീട് തന്നെ തങ്ങൾക്ക് എങ്ങനെ ലഭിക്കുന്നു. അങ്ങനെ ഉടമ്പടി ഇന്ന് ഈ മക്കളെ, അതും ഓൺലൈൻ ഉടമ്പടിയാണ്, ഇവിടെ കൊണ്ടുവന്ന് നിർത്തി കുടുംബമായിട്ട് സാക്ഷ്യം പറയുമ്പോൾ ഇവർ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികൾ, പ്രേക്ഷിത പ്രവർത്തനമൊക്കെയുണ്ട്. തങ്ങളുടെ ഉടമ്പടി കൂട്ടായ്മ, അഖണ്ഡ ജപമാല അവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. അതിൽ നിന്നൊക്കെ കൃപയാണ് ഒഴുകുക. അതുകൊണ്ടാണ് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്കുമേൽ കൃപ, ഗ്രേസ് അപ്പോൺ ഗ്രേസ്, അത് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഉടമ്പടി കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുന്നു. അത് ലോകമെമ്പാടും പടരുകയാണ്. അഖണ്ഡ ജപമാല മഹാറാലിക്ക് നാം ഒരുങ്ങുമ്പോൾ നമുക്ക് അമ്മയുടെ ക്രിസ്തുവാഹകരായിട്ട് അമ്മയുടെ കൂടെ നമുക്ക് നടക്കാം. അങ്ങനെ നടന്ന് നാം പ്രാർത്ഥിക്കുന്ന ഈ ജപമാലയിലെ ലോകസമാധാനവും അമ്മയുടെ പ്രത്യക്ഷീകരണം തിരുസഭ ഏറ്റെടുക്കുവാനും അതോടൊപ്പം തന്നെ നമ്മുടെ കൂടെ നടക്കുന്നവരുടെ നിയോഗങ്ങളും കൃപാസനത്തിൻ്റെ ശുശ്രൂഷകളും എല്ലാമായിട്ട് നമുക്ക് ജപമാല റാലിയിൽ സന്തോഷത്തോടെ പങ്കെടുക്കാം. കൃപകളുടെ ഒരു നീണ്ട നിര തന്നെ നമുക്കായി വെയിറ്റ് ചെയ്യുന്നുണ്ട്. കരങ്ങളടിച്ച് ഈ കുടുംബത്തെ സമർപ്പിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം.